അതിൽ ആദ്യത്തെ ചോദ്യം, ഖിബിലക്ക് നേരെ കാല് നീട്ടി കിടക്കാനോ ഇരിക്കാനോ പാടുണ്ടോ? അതേപോലെ മയ്യത്തിനെ കിടത്തേണ്ട രൂപം എന്താണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദീൻ എന്നുള്ളത് ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരടിമ മനുഷ്യൻ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ദീനിൽ ഹറാമ് ഹലാല് അത് വ്യക്തമാണ്. മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൗനം പാലിച്ചതാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്. അപ്പം ദീനിൽ ഒരു കാര്യം പാടില്ല, അത് ഹറാമാണ്, അല്ലെങ്കിൽ അത് ചെയ്യണം, അത് ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ നമുക്ക് വ്യക്തമായ സഹീഹായ ഹദീസോ അല്ലെങ്കിൽ ഖുർആൻ്റെ ആയത്തോ സ്ഥിരപ്പെടേണ്ടതാണ്. ഇപ്പം ഖിബിലക്ക് നേരെ കാല് നീട്ടി ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളതിൽ അത് വിലക്കിക്കൊണ്ടുള്ള ഖുർആൻ്റെ ആയത്തുകളോ സഹീഹായ ഹദീസോ നമുക്ക് കാണാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഹലാലാണ്. അവന് ഇരിക്കാം, കിടക്കാം, നടക്കാം, നിഷിദ്ധമാക്കിയതൊഴികെ. ഇപ്പം ഖിബിലക്ക് നേരെ കാല് നീട്ടിയിരിക്കലോ കിടക്കലോ നിഷിദ്ധമാക്കപ്പെട്ടതായിട്ട് ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ കഴിയില്ല. രണ്ടാമത്തെ ഭാഗം, മയ്യത്തിനെ കിടത്തേണ്ട, ഖബറിൽ കിടത്തേണ്ട രൂപം എന്താണ് എന്നുള്ളതാണ്. സലഫുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം, മയ്യത്തിനെ ഖബറിൽ വലത് ഭാഗത്തേക്ക് ചരിച്ച് ഖിബിലക്ക് അഭിമുഖമായിട്ടാണ് കിടത്തേണ്ടത്. അത് സലഫുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതാണ്. ആ വിഷയത്തിൽ സരീഹായ വ്യക്തമാക്കി ആ രീതിയിൽ പറയുന്ന ഒരു ഹദീസ് കാണാൻ കഴിയില്ല. എങ്കിലും സലഫി പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, ഇബ്നു ബാസ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, അങ്ങനെയുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ സലഫുകളുടെ ചര്യയായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് ഒരു മുസ്ലിമിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് ചരിച്ച് ഖിബിലക്ക് അഭിമുഖമായിട്ടാണ് ഖബറിൽ മയ്യത്തിനെ വെക്കുക. ആ ഒരു രീതി റസൂലിൻ്റെ കാലത്തെ സലഫുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ ഫത്വയുമായിട്ട്, ഈ ചോദ്യവുമായിട്ട് നമുക്ക് പറയാനുള്ളത്.